മോൾക്ക് ചായ എടുക്കട്ടെ? ചിരിയോടെ നിൽക്കുന്ന വൈകിയോട് ജാനകി ചോദിച്ചതും അവളൊന്ന് മൂളി. മനസ്സാകെ കലുഷിതമാണ്. ഒരു ഉൾപ്രേരണയിലെടുത്ത് ഈ തീരുമാനം തെറ്റായി പോയോ എന്ന് മനസ്സ് മന്ത്രിക്കും പോലെ. ഇനി അങ്ങോട്ട് തൻ്റെ ജീവിതം സിദ്ധാർത്ഥ് തീരുമാനിക്കും പോലെയാണ്. എന്തെന്നറിയില്ല. എന്നാലും താൻ ഏറ്റെടുത്ത ഈ ജോലി, വാടക ഗർഭപാത്രം എന്ന ജോലി പൂർത്തിയാക്കിയേ മതിയാകൂ. ഇങ്ങനെ അമ്മയാകാനാവും തൻ്റെ യോഗം. പ്രതിഫലം വാങ്ങിയ ജോലി അവർക്ക് ഭംഗിയായി നിറവേറ്റി കൊടുത്തേ മതിയാകൂ. ഇതിൽ നിന്നും തനിക്ക് ഒരടി പിന്നോക്കം വെക്കാൻ ഇനി കഴിയില്ല. സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് അവൻ എഴുതി ചേർത്ത ഏതാനും പേപ്പറുകളിൽ തൻ്റെ കയ്യൊപ്പിനാൽ അവനുമായി ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാണ്. ഇനി അതിൽ നിന്നും പിന്മാറാൻ തനിക്ക് സാധിക്കില്ല. നിലയില്ലാ കയത്തിൽ അകപ്പെട്ടതുപോലെ, എങ്ങനെ നോക്കിയാലും ഒരു കര കാണാത്തതുപോലെ. ഇനി എന്തു തന്നെയായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഇതാ മോളെ. ജാനകി ചായ പകർന്ന കപ്പ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ആലോചനയോടെ നിന്ന വൈഗ പെട്ടെന്നൊന്ന് ഞെട്ടി. എന്താ കുഞ്ഞൊരു ആലോചന? വീട്ടിലുള്ളവരെ കുറിച്ചാണോ? ചായ കയ്യിലേക്ക് കൊടുക്കുന്നേരം അവർ ചിരിയോടെ ചോദിച്ചു. അതിനു മാത്രം ആലോചിക്കാൻ എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ബന്ധമുള്ളവരൊന്നും അവിടെ ഇല്ല ചേച്ചി. ഒരനിയത്തിയുണ്ട്, അത്ര തന്നെ. നിർവികാരതയോടെ അവൾ പറഞ്ഞതും അവളുടെ കഥകളൊക്കെ കുറച്ച് സീതാലക്ഷ്മി അമ്മയിൽ നിന്നും അറിഞ്ഞ ജാനകിക്ക് അവളോട് സഹതാപം തോന്നി. വിഷമിക്കേണ്ട മോളെ, സ്നേഹിച്ച ചങ്കു പറിച്ചു തരുന്നൊരു അമ്മ ഇവിടെ ഉണ്ട്. പിന്നെ സിദ്ധുമോനും അങ്ങനെ തന്നെയാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം നോക്കില്ലല്ലോ. അവരെന്തോ അർത്ഥം വെച്ചെന്ന പോലെ പറഞ്ഞതും അതും മനസ്സിലായെന്ന പോലെ അവളൊന്ന് ചെറുതായി ചിരിച്ചു കൊടുത്തു. ചായ കുടിക്കുക, അല്ലെ തണുത്തു പോവും. അത്രയും പറഞ്ഞ് അവർ വീണ്ടും ബാക്കി വെച്ചിട്ട് അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. അമ്മയുടെ മുറി എവിടെയാ ചേച്ചി? ചായ കുടിച്ചു കഴിഞ്ഞ് വൈഗ ചോദിച്ചു. ഇവിടെ നിന്ന് ഹാളിലേക്ക് പോയ രണ്ടാമത്തെ മുറി. അവർ പറഞ്ഞതും അവളൊന്ന് മൂളി സീതാലക്ഷ്മിക്ക് അരികിലേക്ക് നടന്നു. ഹാളിലേക്ക് എത്തിയതും പെട്ടെന്ന് തൻ്റെ മുന്നിലൂടെ കാറ്റുപോലെന്തോ പോയതും അവൾ പേടിച്ചെന്ന പോലെ രണ്ടടി പിറകിലേക്ക് വെച്ചു. പുറത്ത് കാറിൻ്റെ ഡോർ ശക്തിയിൽ അടയുന്ന ശബ്ദം കേട്ടതും അത് സിദ്ധുവാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല. സിദ്ധുവിൻ്റെ കാർ നേരെ ചെന്ന് നിന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇരുനില വീടിന് മുന്നിലായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ സിദ്ധു നേരെ ചെന്ന് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി അക്ഷമയോടെ കാത്തു നിന്നു. അല്പസമയം കഴിഞ്ഞതും ഒരു മധ്യവയസ്ക വന്ന് വാതിൽ തുറന്നതും മമ്മ എന്നൊരു വിളിയോടെ അവൻ അവർക്കരികിലേക്ക് നീങ്ങി. എന്നാൽ അവനെ അതിശയിപ്പിച്ചുകൊണ്ട് വീർത്തുകെട്ടിയ മുഖത്തോടെ അവനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെ അവർ തിരിഞ്ഞു നടന്നു. എന്തുപറ്റി മമ്മ? അവരുടെ പ്രവൃത്തിയിൽ നേരിയ വിഷമം തോന്നിയ സിദ്ധു അവർക്കു പിന്നാലെ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. സിദ്ധു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകാം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അവനോടുള്ള നീരസം അവരുടെ വാക്കുകളിൽ പ്രകടമായി. മമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? തീർത്തും എന്നെ ഒഴിവാക്കുന്നത് പോലെ. ഒഴിവാക്കുന്നത് ഞാനല്ലോ സിദ്ധു, നീയല്ലേ. എൻ്റെ മോൾക്ക് ഒരുപാട് ആശകൾ നൽകി അവളെ വെറും വിഡ്ഢിയാക്കി നീയല്ലേ ഞങ്ങളെ ഒഴിവാക്കുന്നത്. മമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും കൂടെ തിരിച്ചു പറ. സിദ്ധു, നീ എന്താ അഭിനയിക്കുകയാണോ? അതോ അവളെ വിഡ്ഢിയാക്കുന്നത് പോലെ എന്നെ വിഡ്ഢിയാക്കുന്നതോ? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയും എൻ്റെ മുന്നിൽ നാടകം വേണ്ട. അവർക്ക് ആകെ ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. സച്ചു ഉറങ്ങാണോ? ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നത്. അവനും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ഇനി മുതൽ നീ അവളെ കാണാനായി ഇങ്ങോട്ട് വരണമെന്നില്ല. അല്ലെങ്കിലും അവളിൽ നിനക്ക് എന്ത് അവകാശമാണുള്ളത്? വീട്ടിൽ നിന്നെ കെട്ടിക്കൊണ്ട് വന്നിട്ടില്ലേ? അവളെ കണ്ടാൽ മതി. സിദ്ധാർത്ഥിന് കാര്യം മനസ്സിലായി. തൻ്റെയും വൈകിയുടെയും വിവാഹകാര്യം മമ്മ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോഴുള്ള ഈ മാറ്റത്തിൻ്റെ കാരണം. താനും വൈകിയുമായുള്ള വിവാഹ ഉടമ്പടി ഇപ്പോൾ ഇവരോട് പറഞ്ഞാൽ അത് ഏതർത്ഥത്തിലെടുക്കുമെന്ന് ചിലപ്പോൾ പറയാൻ കഴിയില്ല. അത് പറയേണ്ട ആളോട് പറഞ്ഞാൽ മതിയല്ലോ. സയേഷ, തൻ്റെ സച്ചു, അവളെക്കുറിച്ച് ഓർത്തതും അവനുള്ളിൽ പ്രണയം നിറഞ്ഞു. അപ്പോൾ അതാണ് കാര്യം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിന് എൻ്റേതായ കാരണങ്ങളുണ്ട് മമ്മ. എന്ത് കാരണം സിദ്ധു? വിവാഹം എന്താ കുട്ടിക്കളിയാണോ? അതിപ്പോൾ എന്തായാലും എനിക്ക് പറയാൻ കഴിയില്ല. അതറിയേണ്ട ആളോട് ഞാൻ വിശദമായി പറഞ്ഞോളാം. ഇപ്പോൾ എൻ്റെ ചുന്ദരി മമ്മ പോയി എനിക്ക് കുടിക്കാൻ കടുപ്പത്തിട്ട് കോഫി എടുത്തേ. അവരുടെ കവിളിലൊന്ന് കുസൃതിയോടെ നുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൻ്റെ കൈകളെ ദേഷ്യത്തോടെ തട്ടിമാറ്റി അവർ അടുക്കളയിലേക്ക്. മകളോടുള്ള ഒരമ്മയുടെ വേവലാതിയായേ അവരുടെ വാക്കുകളെ അവൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവരോട് നീരസം തോന്നാത്തതും. വൈകിയും കൂട്ടി വന്ന് എല്ലാം വഴിയെ പറഞ്ഞു മനസ്സിലാക്കാം. അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തൻ്റെ പ്രാണനെ കാണാനായി തൻ്റെ മാത്രം സച്ചുവിൻ്റെ മുറിയിലേക്ക് നടന്നു. ആഹാ, മോൾ വന്നോ? ഞാൻ ജാനകിയുടെ മോളെ വിളിക്കാൻ പറയാതിരിക്കുകയായിരുന്നു. മുറിയിലേക്ക് കടന്നു വന്ന് വൈകിയെ നോക്കി സേതുലക്ഷ്മിയമ്മ പറഞ്ഞുകൊണ്ട് കണ്ണട ഊരിമാറ്റി കയ്യിൽ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകവും അടുത്തുള്ള മേശയിലേക്ക് വെച്ചു.
വൈഗ ഒരു പുഞ്ചിരിയോടെ അവർക്കരികിലേക്ക് നടന്നു. വാ ഇരിക്ക്. സേതുലക്ഷ്മിയമ്മ അവളെ തനിക്കരികിൽ കട്ടിലിനരികിലേക്ക് ക്ഷണിച്ചു. അവൾ അതനുസരിച്ചെന്നോണം അവർക്കരികിൽ മടിയൊന്നും കൂടാതെ ഇരുന്നു. വൈകിക്ക് അവരെ നോക്കാൻ എന്തോ മടി തോന്നി. താൻ അവരോടും കൂടിയല്ലേ തെറ്റ് ചെയ്യുന്നത് എന്ന് തോന്നും പോലെ. ഇവിടൊക്കെ ഇഷ്ടമായോ വൈകിക്ക്? പുഞ്ചിരിയോടെ ഉള്ള ചോദ്യം. എന്നാൽ വൈകിയിൽ നിന്നും മറുപടിയൊന്നും വന്നില്ല. മോളെന്താ ഒന്നും മിണ്ടാത്തത്? എന്തോ ചിന്തയിലിരുന്ന വൈക പെട്ടെന്ന് പരിസരബോധം വീണ്ടെടുത്ത് എന്താ സേതുലക്ഷ്മിയമ്മ ചോദിച്ചതെന്ന് മനസ്സിലാകാതെ അവരെ കണ്ണും മിഴിച്ചു നോക്കി. ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു മോളുടെ മനസ്സിൽ എന്തൊക്കെയോ പിടിവലികൾ നടക്കുന്നുണ്ടെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും അമ്മയോട് പറയാൻ പറ്റുന്നതാണെ പറയാം. പരിഹാരം ഉണ്ടെന്ന് നോക്കാലോ. ചിരിയോടെയുള്ള അവരുടെ സംസാരത്തിൽ ഒരു നിമിഷം എല്ലാം തുറന്നു പറഞ്ഞാലോ എന്നവൾ ചിന്തിച്ചു. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനു വേണ്ടി മകൻ വില കെട്ടി വാങ്ങിയതാണ് തന്നെയെന്ന്. അല്ല, സിദ്ധാർത്ഥനെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. താനും കൂടെ സമ്മതമാണെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചത് കൊണ്ടല്ലേ. മോളെ, അവർ വീണ്ടും വിളിച്ചതും അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. മോക്ക് സ്വന്തം അമ്മയെ പോലെ എന്നെ കാണാം. അല്ല, സ്വന്തം അമ്മ തന്നെയാണ്. മനസ്സിൽ എന്തേലും വിഷമാലട്ടെന്ന് എനിക്ക് പറയേ. ഒരാളുടെ തുറന്ന് സംസാരിച്ചതിന് പകുതി വിഷമം തീരും. അവൾക്ക് എന്തു പറയണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ലമ്മേ. എൻ്റെ സങ്കടം എന്നിൽ തന്നെ ഒതുങ്ങട്ടെ. എന്നാലും എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഇതിൻ്റെയൊക്കെ അവസാനം അമ്മ എന്നെ വെറുക്കരുത്, ഒരിക്കലും ശപിക്കരുത്. എൻ്റെ നിവർത്തികേടാണ്. അത്രയും എനിക്കിപ്പോൾ പറയാൻ കഴിയൂ. അത്രയും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്നും മറച്ചുകൊണ്ട് അവൾ മുറി വിട്ട് വേഗത്തിൽ പോയി. ഇനിയും നിന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുമോ എന്ന ഭയം. ഈ കുട്ടിക്ക് പെട്ടെന്ന് എന്ത് പറ്റി എന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്നും മനസ്സിലാവാതെ സേതുലക്ഷ്മി അമ്മയും അവൾ പോയ വഴിയെ നോക്കിയിരുന്നു. സിദ്ധു സയേഷിയുടെ മുറിയിലേക്ക് കയറി. മരുന്നുകളുടെ മനം മടിപ്പിക്കുന്ന ഗന്ധം. പുറത്തുനിന്ന് ആര് വന്നാലും കയറാനൊന്നും മടിക്കും. എന്നാൽ അവനത് ഇപ്പോൾ ഏറെ ഇഷ്ടമാണ്. തൻ്റെ പ്രണയത്തിനും ആ ഗന്ധമാണല്ലോ. മുറിയിൽ ഒരാശുപത്രിയിൽ എന്ന പോലെ സജ്ജീകരിച്ച എല്ലാ മെഷീനുകൾക്കും വയറുകൾക്കുമിടയിൽ ഒരു ടൈക്കമഡ് ഇലക്ട്രിക് ഫംഗ്ഷൻ ഹോസ്പിറ്റൽ ബെഡിൽ മെലിഞ്ഞൊട്ടിയ ശരീരവുമായി ഒരു പെൺകുട്ടി. അതാണ് അവൻ്റെ സയേഷ. അവനൊരു നെടുവീർപ്പോടെ അകത്തേക്ക് കയറി. മുറിയിൽ കാൽപെരുമാറ്റം കേട്ടതും ബെഡിൽ കിടക്കും പെൺകുട്ടി തല ചരിച്ച് നോക്കി. മുറിയിൽ തന്നെയുള്ള ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു അവൾ. അവൾക്ക് പുറം ലോകവുമായി ആകെയുള്ള ബന്ധം ആ ഗ്ലാസ് ഡോറാണ്. സിദ്ധുവിനെ കണ്ടതും വിടർന്ന കണ്ണുകളോടെ പതിയെ അവളുടെ ചുണ്ടുകൾ ഉച്ചരിച്ചു. മനോഹരമായൊരു പുഞ്ചിരി അവളുടെ അധരങ്ങളിൽ മുട്ടിട്ടു. അവനായി എന്നും കാത്തിരിക്കുന്നത് പോലെ അവളുടെ ബെഡിനരിയിൽ ഒരു ചെയറുണ്ട്. അവൻ നടന്നു വന്നുകൊണ്ട് പതിയെ അതിലേക്കിരുന്നു. സിദ്ധു, അവൾ വീണ്ടും വിളിച്ചതും അവൻ ചുവന്ന് കലങ്ങിയ മിഴികളോടെ അവളെ അഭിമുഖീകരിക്കാൻ കഴിയില്ലെന്ന പോലെ അവളുടെ തളർന്ന കൈകളെ തൻ്റെ കൈക്കുള്ളിലെടുത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അതിലേക്ക് മുഖമമർത്തിയിരുന്നു. സച്ചു, സോറി, ഐ എം റിയലി സോറി. ഐ വാണ്ടഡ് ടു സീ യു ബട്ട് ഐ കുഡന്റ്. ബാക്കി പറയാൻ കഴിയുന്നില്ല പോലെ അവനിൽ വേദന നിറഞ്ഞു. തന്നെ അത്രമേൽ പ്രണയിക്കുന്ന സച്ചുവിനോട് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. സിദ്ധു, നോക്കിയേ സിദ്ധു, എന്നെ നോക്ക്. സച്ചു അവൻ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ലെന്ന് കണ്ടതും അവനെ വിളിച്ചുകൊണ്ടിരുന്നു. അവളെ സംസാരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതി അവൻ മുഖം തൻ്റെ ചുമലിൽ അമർത്തി തുടച്ചുകൊണ്ട് കൃത്രിമമായ ചിരിയോടെ അവളെ നോക്കി. നീ എന്തിനാ സിദ്ധു എന്നോട് സോറി പറയുന്നത്? ഞാനറിയാതെ എന്തെങ്കിലും തെറ്റ് നീ ചെയ്തിട്ടുണ്ടോ? ചിരിയോടെയുള്ള ചോദ്യം. നാളെ ഇതുവരെ സച്ചുവിനെ താൻ പുഞ്ചിരിയോടെ അല്ലാതെ കണ്ടിട്ടില്ല. ഇന്ന് എല്ലാ വേദനകൾക്കിടയിലും അവളുടെ മുഖത്തു മായാത്തൊരു പുഞ്ചിരിയുണ്ട്. സച്ചു, നീ എന്തോ ഒന്നും അറിയാത്തതുപോലെ. നീ പറഞ്ഞിട്ടല്ലേ വൈകിയെ വിവാഹം കഴിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ എന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിന്നോട് ഞാൻ വലിയൊരു തെറ്റ് ചെയ്തതുപോലെ. എപ്പോഴും മനസ്സിങ്ങനെ, എന്താ പറയുക, അത് ചിലപ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വൈകിയെന്നാണോ ആ കുട്ടിയുടെ പേര്? അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവൾ ചോദിച്ചതും അവൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. ജസ്റ്റ് ലിസൺ ടു മീ, അല്ലാതെ മറ്റവളെക്കുറിച്ചല്ല ചോദിക്കേണ്ടത്. അവൻ അമർഷത്തോടെ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. കൂൾ ഡൗൺ സിദ്ധു, കൂൾ ഡൗൺ. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ്. ഞാൻ പറഞ്ഞിട്ടാണല്ലോ നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഇനി നീ പറ അവളെക്കുറിച്ച്, നിൻ്റെ വൈകിയെക്കുറിച്ച്. സോ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ദെയർ ഈസ് എ ലിമിറ്റ് ടു പേഷ്യൻസ്. ഞാൻ ഇത്രയും ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. നിൻ്റെ മുൻകോപം മാറ്റി വെക്കാദ്യം.
നമുക്ക് വേണ്ടിയല്ലേ? ഈ തളർന്നു കിടക്കുന്ന എനിക്കൊരു കുഞ്ഞിനെ പോലും നൽകാൻ എനിക്ക് കഴിയില്ല. പിന്നെ നമ്മൾ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിൽ ഒരു കുഞ്ഞിൻ്റെ പ്രാധാന്യം ഉണ്ടോ സച്ചു? നിനക്ക് ഞാനും എനിക്ക് നീയും, അതുപോരേടി. ഇതൊന്നും വേണ്ടായിരുന്നു. ഇതിപ്പോൾ ആ കുട്ടിയുടെ കൂടെ ശാപം ഞാൻ മനഃപൂർവ്വം ഏറ്റുവാങ്ങുന്നത് പോലെയാണ്. അവന് വൈകിയുടെ കാര്യം ആലോചിച്ച് എന്തോ ഒരു ഉൾക്കുത്തു പോലെ തോന്നി. പാവം, ഗതികേട് കൊണ്ടായിരിക്കില്ലേ അവളോട് ഇങ്ങോട്ട് വരുമ്പോൾ ദേഷ്യപ്പെട്ടതോർത്ത് അവന് വിഷമം തോന്നി. പറയാൻ എളുപ്പമാണ് സിദ്ധു, പക്ഷെ പ്രണയിക്കുമ്പോഴുള്ള ജീവിതമായിരിക്കില്ല അതൊരു വിവാഹത്തിലെത്തി നിൽക്കുമ്പോൾ. അവിടെ കളിയും ചിരിയും അതിലേറെ വഴക്കും ബഹളവുമാവുമ്പോൾ ഒരു കുഞ്ഞു വേണമെന്ന ചിന്തയൊക്കെ വന്നു തുടങ്ങും. ഒരുപക്ഷെ ഈ സാഹചര്യത്തിലെത്തുമ്പോൾ നീ എന്നെ കുറ്റപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല സിദ്ധു. പ്രണയവും ദാമ്പത്യ ജീവിതവും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. അവൾ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് അവനോട് പ്രണയമോ സ്നേഹമോ ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പോഴുള്ളതിനേക്കാളേറെ അവനോട് പ്രണയവും ഇഷ്ടവും ഉള്ളതുകൊണ്ടാണ്. അത്രമേൽ ജീവനാണ് സച്ചുവിന് സിദ്ധുവിനെ. എന്നാലും സച്ചു, നമുക്ക് വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താൽ പോയായിരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുന്നു. നമ്മൾ അഡോപ്റ്റ് ചെയ്ത കുഞ്ഞ് നമ്മുടെ സ്വന്തം കുഞ്ഞാവൂ സിദ്ധു. എത്രയൊക്കെ സ്നേഹിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിലത് മറ്റൊരാളുടെ കുഞ്ഞ് തന്നെയായിരിക്കും. ഇതാവുമ്പോൾ നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ്, ആ കുഞ്ഞിൽ അവകാശം നമുക്ക് മാത്രമാകുമ്പോൾ അതല്ലേ ഏറ്റവും നല്ലത്? സിദ്ധു അവളെ തന്നെ നോക്കിയിരുന്നു. തൻ്റെ സച്ചുവിന് എങ്ങനെ ഇങ്ങനെയെല്ലാം ചിന്തിക്കാൻ കഴിയുന്നുവെന്നാണ് അവൻ ആലോചിച്ചത്. ഒരു ആക്സിഡൻറ്റ് അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. സിദ്ധു, അവൻ എന്താണെന്നതുപോലെ തിരിഞ്ഞു നോക്കി. ഇനി വരുമ്പോൾ ആ കുട്ടിയെ കൂടെ കൊണ്ടുവരണേ. അവൾ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ വാതിൽ കൊട്ടിയടച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ആ ശബ്ദത്തിൽ അവളൊന്ന് കണ്ണുകൾ ഇറുക്ക ചിമ്മി. പിന്നെ മിഴികൾ തുറന്നപ്പോഴേക്കും അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്നുകൊണ്ട് മമ്മ വന്നതും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. സിദ്ധു പോയോ? അവളൊന്ന് മൂളി. അവളുടെ മുഖത്തേക്ക് നോക്കിയ അവരുടെ നെറ്റി ചൊളിഞ്ഞു. കണ്ണിന് ഇരുവശത്തൂടെയും കണ്ണുനീർ ചാലിട്ടൊഴുകുന്നുണ്ട്. അത് തുടച്ചു മാറ്റാൻ പോലും അവൾക്ക് സാധിക്കുന്നില്ല. മോളെ സച്ചു, ഇത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ എൻ്റെ മോളെന്തിനാ അവനെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിപ്പിച്ചത്? എനിക്ക് സങ്കടമൊന്നുമില്ല മമ്മ. ഞാനിപ്പോൾ ഇതിന് മുതിർന്നില്ലെങ്കിൽ അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കും. എനിക്ക് വേണ്ടി അവൻ്റെ ജീവിതം ഒന്നുമല്ലാതായി തീരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല മമ്മ. അത്രയ്ക്കും അവൻ എൻ്റെ ജീവനാണ്. ഇപ്പോൾ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ, അവനൊരു കുഞ്ഞു പിറക്കും മുൻപ് തൻ്റെ പ്രാണൻ അങ്ങെടുത്താൽ മതിയെന്ന്. രാത്രി ജാനകി ചേച്ചി തന്നെ സീതാലക്ഷ്മി അമ്മയുടെ നിർദ്ദേശപ്രകാരം ഒരു ഗ്ലാസ് പാൽ വൈകിയുടെ കയ്യിൽ നൽകി. പാൽ ഗ്ലാസ് കയ്യിൽ വാങ്ങുമ്പോൾ അവൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. അതുവരെ സംഭരിച്ചു വെച്ച ധൈര്യമൊക്കെ ചോർന്നു പോകും പോലെ. താൻ എന്ത് കാര്യത്തിനാണോ വന്നത് അത് ഇന്നു മുതൽ തുടക്കം കുറിക്കാൻ പോകുന്നു. ഈ ഒരു രാത്രിയോടുകൂടി തൻ്റെ ജീവിതം തന്നെ മാറി മറിയും. ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല. അവൾ വിറകൊള്ളുന്ന കൈകളോടെ തന്നെ സിദ്ധുവിൻ്റെ മുറി ലക്ഷ്യം വെച്ച് നീങ്ങി. അമ്മ മരുന്ന് കഴിച്ച് നേരത്തെ കിടന്നിട്ടുണ്ട്. ചേച്ചിയും കിടക്കാനായി അടുക്കള പൂട്ടിപ്പോയി. പോകുമ്പോൾ അവളോട് പറയുകയും ചെയ്തു. ആ വലിയ ഹാളിൽ അവൾ തീർത്തും ഒറ്റപ്പെട്ടു. നെഞ്ച് ഭയമാണോ മറ്റെന്തെങ്കിലും വികാരമാണോ എന്നറിയാതെ അതിൻ്റെ ഉച്ചസ്ഥായിൽ മിടിക്കുന്നുണ്ട്. ക്രമാതീതമായി മിടിക്കുന്ന ഹൃദയത്തെ അടക്കി നിർത്തിക്കൊണ്ട് വൈകി പതിയെ സ്റ്റെപ്പ് കയറി. കൈയിൻ്റെ വിറയൽ കാരണം പാല് തുളുമ്പുന്നുണ്ട്. സിദ്ധുവിൻ്റെ മുറിക്ക് മുന്നിലെത്തിയതും അവളൊന്ന് നിന്നു. കൊട്ടിയടച്ച വാതിൽ കണ്ടതും ഒരു നിമിഷം വിളിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. കാരണം കുറച്ചു മുന്നേ വന്നതേ ഉള്ളൂ. ജാനകി ചേച്ചി ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും വന്നില്ല. വേണ്ട എന്ന് ഇവിടെ നിന്നേ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെ വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ എന്ന് അവൾ ആലോചിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ചു തന്നെ വാതിൽ കൊട്ടി. 1-2 തവണ കൊട്ടിയിട്ടും പ്രതികരണമൊന്നും കണ്ടില്ല. അവളൊന്ന് ശങ്കിച്ചുകൊണ്ട് പതിയെ ലോക്ക് പിടിച്ച് തിരിച്ചതും അത് തുറന്നു വന്നു. വൈകി വളരെ സൂക്ഷിച്ചുകൊണ്ട് പതിയെ മുറിയിലേക്ക് കയറി. എന്നാൽ അവൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് സിദ്ധു ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. അവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വന്നു. കയ്യിലുള്ള ഗ്ലാസ് അവൾ മേശപ്പുറത്തേക്ക് വെച്ചു. ഈ മുറിയിൽ കയറണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ തനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു. തൻ്റെ ഉടമ്പടി തീരുവോളം താൻ സിദ്ധാർത്ഥിൻ്റെ ഭാര്യയാണ്.